എൻ ശ്രീകുമാർ, പ്രിന്റുവിൻ്റെ പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു. പാറപ്രത്തിൽ നിന്നും പമ്പ കടന്ന് പറയക്കാവിൽ എത്തി നിൽക്കുന്നു കമ്മ്യൂണിസം. നോക്കൂ, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതും അതാണ്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാർട്ടിയിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ യുവതീ പ്രവേശത്തിൽ ഖേദപ്രകടനം നടത്തി. അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടായി കാണും. പക്ഷെ അവിടെയാണ് ഗോവിന്ദൻ തിരുത്തുന്നത്, കടകംപള്ളിയെ തിരുത്തുന്നത്. അപ്പോൾ പാർട്ടി അണികളിൽ അല്ലെങ്കിൽ താഴെക്കിടയിലുള്ള നേതാക്കന്മാരിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടാവില്ലേ? ശ്രീ നമ്പ്യാർ, CPM ഇപ്പം അവരുടെ അണികളിലെ ആശയക്കുഴപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഭരണസുഖം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ജില്ലയിലെ ഒരു 100 CPM നേതാക്കൾക്ക്, അതുപോലെ 14 ജില്ലയില് ഇത്രയും പേർക്ക് ഭരണസുഖം ആസ്വദിക്കുന്നവരാണ്. അപ്പൊ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ ചില നീക്കങ്ങൾ നടത്തും. ഭരണം മാത്രമേ രക്ഷയുള്ളൂ, വേറെ ഒരു വിഷയം അവരുടെ മുമ്പിൽ ഇല്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ വെപ്രാളപ്പെടുന്നത്. ഇപ്പൊ നോക്കൂ, ഇവിടെ പ്രിന്റു പറഞ്ഞത് പ്രത്യയശാസ്ത്രം. എന്ത് പ്രത്യയശാസ്ത്രം ഇവർക്കുള്ളത്? ഇവരുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ആരാ? ഇപ്പൊ ഈ പണ്ടൊക്കെ ആണെങ്കിൽ CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുമായിരുന്നു. ഇപ്പൊ നോക്കൂ, നമ്മൾ പറയാറില്ലേ, ചില കമ്പനിയിലെ ചെക്ക് ഒപ്പിടാനായിട്ട് 3-4 പേർക്ക് അധികാരം ഉണ്ടെന്ന് പറയാറില്ലേ? അതുപോലെയാണ് ഇവിടെ ചെക്ക് ഒപ്പിടാൻ അധികാരം ഉണ്ടെന്ന് പറയുന്നവരാണ്. ഇവിടെ പാർട്ടിയുടെ നയം പറയാനായിട്ട് ഗോവിന്ദ മാഷിക്ക് മാത്രമല്ല, അത് കൂടാണ്ട് AK ബാലൻ, സജി ചെറിയാൻ, അങ്ങനെ 2-3 പേര് വേറെ ഉണ്ട്. നമ്മുടെ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പോലും പിണറായി വിജയൻ പറഞ്ഞിട്ട് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനു മുമ്പ് സജി ചെറിയാനും നമ്മുടെ AK ബാലനൊക്കെ പറഞ്ഞോളെ. കഴിഞ്ഞ ദിവസം AK ബാലൻ പറഞ്ഞ എന്താണ്? സുപ്രീം കോടതി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാ പറഞ്ഞത്. ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? അത് കഴിഞ്ഞ അധ്യായമാണെന്ന്. അപ്പൊ കടകംപള്ളി വേറെ പറഞ്ഞു. അപ്പൊ ആർക്ക് എന്ത് പറയാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവരുടെ അണികൾക്ക് ഒരു ഇതുണ്ട്, എന്താ അറിയോ? പാർട്ടി എന്ത് പറഞ്ഞാലും ശരി, അവർക്ക് ഒരു കാര്യം വ്യക്തമായി, ഈ പാർട്ടിക്ക് പഴയ പോലെ ഒരു നയമോ ഒരു നിലപാടോ ഒന്നുമില്ല, ഭരിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ടാണ് അവർക്ക് കുറച്ചു കാലമായിട്ട് അവർ ഈ പോലീസ് നയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മാറ്റും. ഇപ്പൊ നമ്മൾ തന്നെ നോക്കൂ, ഇപ്പൊ 3-4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഈ ശബരിമല വിഷയവും ഇന്നിപ്പോ അമൃതാനന്ദമയ വിഷയമാണല്ലോ. ഇവിടെ നമ്മളുടെ ഇടതുമുന്നണി നമ്മുടെ ഡോക്ടർ ജയരാജ് പറഞ്ഞത്, സജി ചെറിയാൻ അവിടെ പോയിട്ട് ഒരു നയപരമായ ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ആണെന്ന്. ഇതുപോലെയായിരുന്നു മുൻ ഗവൺമെന്റുകൾ. AK ആന്റണി മാതാ അമൃതാനന്ദമയ്യെ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ആശ്ലേഷം സ്വീകരിച്ചിട്ടുണ്ട്. അതെ, അന്ന് പരിഹസിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, അതിനുശേഷം പിന്നെ CPM-ന്റെ ചാനലല്ലേ അവരെ കുറിച്ച് കഥകൾ ഉണ്ടാക്കിയത്. അവര് തെറ്റു പറഞ്ഞോ? അല്ല, അന്ന് പറഞ്ഞോ അന്ന് ഞങ്ങൾ ചെയ്ത തെറ്റാണെന്നെങ്കിലും ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ ആദരിക്കാൻ പോകുമ്പോ? ഇനി അത് മാത്രമല്ല, ഇവിടെ സജി ചെറിയാൻ ചോദിച്ചു, ഞാനൊന്ന് എന്റെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നത് പോലെ എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. സജി ചെറിയാൻ അങ്ങനെ ഒരു ആത്മാർത്ഥത കാണിച്ച് ഞാൻ തെറ്റ് പറയില്ല. പക്ഷേ അവിടെ മാതാ അമൃതാനന്ദമയുടെ ആശ്ലേഷം എന്ന് പറയുന്നത് ഒരു ഭക്തന് ലഭിക്കുന്ന നിർവൃതിയാണ്. അതാദ്യം മനസ്സിലാക്കണം. ഒരു ഭക്തന് ലഭിക്കുന്ന നിർവൃതിയുടെ ഭാഗമാണ് മാതാ അമൃതാനന്ദമയുടെ ആശ്ലേഷം. അവിടെ സജി ചെറിയാൻ അത് ഉൾക്കൊള്ളണമെങ്കിൽ അതെങ്ങനെയാ ഗവൺമെന്റ് നയമാകുന്നത്? അത് സജി ചെറിയാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തിന് ആ സവിധത്തിലെത്തിയപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം സ്വയം മറന്നു കാണും. കമ്മ്യൂണിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ നിരീശ്വരവാദിയാണെന്നോ ഒക്കെ ആളുകളെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റുക? പഴയ കാലത്ത് P ഗോവിന്ദപിള്ള, അദ്ദേഹം താത്വിക ആചാര്യനായിരുന്നല്ലോ EMS-ന്റെ ഒപ്പം. ഗോവിന്ദപിള്ള ഈ വിദ്യാരംഭത്തെ, ഇതിപ്പോ നവരാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നതാ, വിദ്യാരംഭത്തെ കുറിച്ച് കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ വിദ്യാരംഭം എന്ന് പറയുമ്പോൾ ഇപ്പൊ CPM-കാർ എഴുത്തിനൊക്കെ നടത്തും. മുഖ്യമന്ത്രിയും എഴുത്തിന്റെ, എല്ലാവരും എഴുത്തിനെഴുത്തും. P ഗോവിന്ദപിള്ള എഴുത്തിനെഴുത്തിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു കുട്ടിയുടെ മുമ്പില് അവല്, മലര്, ശർക്കര, പഴം, തേന്, കൽക്കണ്ടം, പഞ്ചസാര ഒക്കെ വെച്ചിട്ട് ആ കുട്ടിയോടെ ഹരിശ്രീ എഴുതാൻ പറയുമ്പോ ആ കുട്ടി ഈ മധുരത്തിലേക്ക് നോക്കും. അപ്പൊ ആ കുട്ടിക്ക് കുറച്ച് മധുരം കൊടുക്കും ഒരു അക്ഷരം എഴുതി കഴിഞ്ഞാൽ. അപ്പൊ ആ കുട്ടി എന്താ വിചാരിക്കുക? എനിക്ക് ജീവിതകാലം മുഴുവൻ പഠിച്ചാലേ ഈ മധുരം കിട്ടും. ആ രീതിയിലേക്ക് ഗോവിന്ദപിള്ളയ്ക്ക് അതിനെ മാറ്റേണ്ടി വന്നു. എന്ന് വെച്ചാൽ അവർക്ക് പറയണമെന്നുണ്ട്, എന്നാൽ പിന്നെ ഈ രീതിയിലേ പറയാനും പറ്റുള്ളൂ.
നേരെ മറിച്ച് അതൊരു സരസ്വതി പൂജയുടെ ഭാഗമായിട്ട്, ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടെന്ന് പറയാൻ അക്കാലത്ത് മടി കാണിച്ചിരുന്ന പലരും. ഗോവിന്ദപിള്ള എഴുതിയതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു യാഥാർത്ഥ്യവുമാണ് കേട്ടോ. കാരണം വെച്ചാല് മധുരം കിട്ടും, അത് വിദ്യാഭ്യാസം മധുരമാണെന്ന് തോന്നിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷെ ഇവിടെ ഇപ്പൊ അതൊന്നുമില്ല, ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല എന്റെ സുഹൃത്തുക്കളെ. അതായത് ഇവിടെ ഇപ്പൊ എന്താന്ന് വെച്ചാല് അധികാരം നിലനിർത്താൻ എന്താണ് മാർഗം? അതിപ്പോ NSS ഉണ്ട്, SNDP ഉണ്ട്, അതുപോലെ നമ്മുടെ പുന്നല ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗമുണ്ട്. ഈ നാട്ടിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാവരും അവരുടെ ഒപ്പം ഉണ്ട്. ഇനിയിപ്പോ ഓരോരുത്തരെ അവരുടെ ഒപ്പം ചേർക്കാനും ശ്രമിക്കും. എല്ലാവരുടെ വോട്ട് കിട്ടണം. ഈ വോട്ട് അവരുടെ ഭാഗത്തേക്ക് ആ വോട്ട് എത്തുമ്പോൾ അതിനവർ അതിനൊരു നല്ല മാനം കൊടുക്കും. അതെന്താണ്? അപ്പൊ അവർ ഞങ്ങളിലേക്ക് വന്നു, ഇത്രയും കാലം അവർ ചെയ്തത് തെറ്റാണെന്ന് തോന്നി, അവർ ആ തെറ്റ് തിരുത്തി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു, ഞങ്ങളാണ് ശരി. അപ്പോ ഇവരപ്പൊ പറയണ്ടേ, നേരത്തെ കോൺഗ്രസ് എടുത്ത മാതാ അമൃതാനന്ദമയ്യയുടെ കാര്യത്തിലും സ്വാമിമാരുടെ കാര്യത്തിലും ജനങ്ങൾ അംഗീകരിക്കുന്ന, ജനങ്ങൾ ബഹുമാനിക്കുന്നവരെ പാർട്ടിയും ബഹുമാനിക്കണം, സംഘടനകൾ ബഹുമാനിക്കണം, ഗവൺമെന്റ് ബഹുമാനിക്കണം എന്ന് കോൺഗ്രസ് ഒക്കെ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്നെങ്കിലും ഇവർ പറയണ്ടേ? ഇവരിത് പറയുന്നില്ല. ഇവര് നോക്കിക്കോളൂ, 6 മാസം കഴിഞ്ഞിട്ട് ഇവർക്ക് പഞ്ചായത്ത് ഇലക്ഷനിലും അതുപോലെ അടുത്ത തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ നിലപാട് മാറ്റും. പിന്നെ അവർ നവോത്ഥാന മതിലിലെ കല്ലുമായിട്ട് വരും. ഇപ്പൊ നവോത്ഥാന മതിൽ കെട്ടിയിട്ട് ആ മതിലവർ പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ അവരെ പണ്ടെന്താ പറഞ്ഞത്, ശബരിമല എന്നൊക്കെ പറഞ്ഞ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിരുന്നില്ലല്ലോ. ഇപ്പൊ ശബരിമലയിൽ അവര് അയ്യപ്പ സംഗമം നടത്തിയിട്ട് അവരെന്താ പറയുന്നത്, അയ്യപ്പന്മാരുടെ അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ശരി, അതിന് എറണാകുളത്തല്ലേ ഏറ്റവും നല്ലത് നടത്താനായിട്ട്. കാരണം എല്ലാ ജില്ലകളിൽ നിന്നുള്ളവർക്കും ആ സെൻട്രലൈസ് മധ്യ കേരളത്തിൽ എത്താം. അല്ലെ, തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നടത്തുക. അത് എവിടെ എന്താ ചെയ്തത്? പമ്പയിലാണ് നടത്തിയത്. അപ്പൊ പമ്പയിൽ നടത്തിയപ്പോ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ആ പമ്പ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പമ്പ എന്താ സങ്കല്പം അവിടെ വരുന്നു. അവിടെ അവർ നടത്തിയിട്ട് ശരി, നടത്തിക്കോട്ടെ. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് അവിടെ കൊടുത്ത ഉപഹാരം എന്താണ്? അയ്യപ്പന്റെ വിഗ്രഹമാണ്. അപ്പൊ അയ്യപ്പന്റെ വിഗ്രഹം തന്നെ അവിടെ ഉപഹാരം കൊടുക്കണം എന്ന് എന്താ നിർബന്ധം? അപ്പൊ മുഖ്യമന്ത്രി അയ്യപ്പ വിഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഭക്തരോട് പറയുകയാണ്, അയ്യപ്പ വിഗ്രഹം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ ഈ കേരളം കാണുകയല്ലേ മിസ്റ്റർ നമ്പ്യാർ? ഇത് ഒരു യഥാർത്ഥ ഭക്തൻ അയ്യപ്പ വിഗ്രഹം സ്വീകരിക്കണമെന്നൊന്നുമില്ല. ഭക്തി അവന്റെ ഉള്ളിലാണ്. അല്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ തന്നെ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും വിശ്വാസി ആകണമെന്നില്ല. വിശ്വാസിയാണ് എന്ന് ധ്വനിപ്പിക്കുന്ന എന്തിനാണ്? ഇപ്പൊ കേരളം ഭരിച്ച CH മേനോൻ വിശ്വാസിയായിരുന്നോ? PK വാസുദേവൻ വിശ്വാസിയായിരുന്നോ? 2 മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിമാർ വിശ്വാസിയായിരുന്നോ? AK ആന്റണി വിശ്വാസിയായിരുന്നു? അല്ലല്ലോ. ഇവരൊക്കെ ശബരിമല വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. അവരാരും സംഗമം നടത്തിയിട്ട് അയ്യപ്പ വിഗ്രഹം സ്വീകരിച്ചില്ലല്ലോ. അപ്പൊ അതിന് കാണിക്കുന്നത് എന്തിനാണ്? കാരണം ഇവരെ ജനങ്ങൾക്ക് വിശ്വാസം വരണം. പക്ഷെ ജനങ്ങൾ എന്താ വിചാരിക്കുന്നത്? വിശ്വാസമല്ല, ഇതൊരു തന്ത്രമാണെന്ന് വരുന്നു. അപ്പൊ ഈ തന്ത്രമാണെന്ന് ജനങ്ങൾ കരുതുമ്പോൾ അത് മറികടക്കാനായിട്ട് ഇവർ ഓരോ പ്രത്യയശാസ്ത്രവും ഓരോ സാമൂഹ്യ ശാസ്ത്രവും കൊണ്ടുവരും. അതൊക്കെ പൊളിഞ്ഞു പോകും. ഇപ്പൊ ഇവിടെ അത് തന്നെ സംഭവിച്ചു. ഇതിലിപ്പോ സജി ചെറിയാൻ എന്തിനാണ് ഇതിനൊരു വിശദീകരണം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഗവൺമെന്റ് നയമാണെങ്കിൽ അദ്ദേഹം ഒറ്റ കാര്യം പറയണ്ടു. അതായത് മാതാ അമൃതാനന്ദമയ്യയുടെ 1/4 നൂറ്റാണ്ടുമായിട്ട് ആ പ്രസംഗത്തിന്റെ 1/4 നൂറ്റാണ്ട് പ്രമാണിച്ച് കേരള ഗവൺമെന്റ് അവരെ ആദരിക്കാൻ തീരുമാനിച്ചു. ഞാൻ പോയിട്ട് അവരെ ആദരിച്ചു എന്ന് പറയാൻ വേണ്ടി അതിന് പിന്നെ വേറെ ഒരുപാട് ന്യായീകരണമൊന്നും പറയണ്ട. പറയണമായിരുന്നു. ശ്രീകുമാർ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ആദരിച്ചാ പോരെ? ആ ഫലകം കൊടുത്താൽ പോരെ? നിങ്ങൾ എന്തിനാണ് അമ്മയെ ചുംബിച്ചത്? അമ്മയുടെ നെറ്റിയിൽ എന്തിനാ മുത്തമിട്ടു എന്നൊരു ചോദ്യം വരില്ലേ? പാർട്ടിക്കാരെ അലോസരപ്പെടുത്തുന്നത് അതാണ്. അവിടെ ആദരവ് പൊന്നാട അണിയിച്ചു, അതുപോലെ ഈ ഫലകം നൽകി, അതിൽ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ മുത്തം കൊടുത്തതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നത്.